മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറസ് എന്ന ശതകോടീശ്വരന് ഫ്രീഡം മെഡൽ സമ്മാനിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇതോടെ ജോ ബൈഡൻ അംഗമായ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ശതകോടീശ്വരൻ ജോർജ് സോറസുമായുള്ള ബന്ധമാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിൽ ജോർജ് സോറസിന്റെ സംഘടനകളുടെ പദ്ധതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. ജോർജ് സോറസ് പ്രവർത്തനങ്ങൾ പണം നൽകുന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയായ OCCRP ജോർജ് സോറസിന്റെ പണം വാങ്ങി പ്രവർത്തിക്കുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്ത സംഘടനയാണെന്ന് ആരോപണമുണ്ട്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആഗോള വൈസ് പ്രസിഡന്റായിരുന്ന സലിൻ ഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നിട്ടുള്ള വ്യക്തിയാണ്. 2021 സെപ്റ്റംബർ മുതൽ 2023 ആഗസ്റ്റ് വരെ 2 വർഷക്കാലം സലിൻ ഷെട്ടിയായിരുന്നു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആഗോള വൈസ് പ്രസിഡന്റ്. ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സഹ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് സോണിയ ഗാന്ധിയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ജോർജ് സോറസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരനാണ്. സോണിയാഗാന്ധി ഉപാധ്യക്ഷയായ ജോർജ് സോറസ് ഫണ്ട് നൽകുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് കശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വെട്ടിമാറ്റാനുള്ള അജണ്ടയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. 2023 ജനുവരിയിൽ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അദാനിക്കെതിരെ ഒരു പിടി ആരോപണം ഉയർത്തി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഓഹരി വില ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നു, അക്കൗണ്ടിൽ കൃത്രിമം കാട്ടി ലാഭം പെരുപ്പിച്ച് കാണിക്കുന്നു, വിദേശത്തെ കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു തുടങ്ങി ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങളാണവ. ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ ജോർജ് സോറസ് മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദി അല്ലെന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നും ഇദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ജോർജ് സോറസും ഗാന്ധി കുടുംബവും തമ്മിലുള്ള ബന്ധം ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ആരംഭിച്ചതായി ആരോപണമുയർന്നു. നെഹ്റുവിന്റെ കസിനാണ് BK നെഹ്റു. കൃത്യമായി പറഞ്ഞാൽ നെഹ്റുവിന്റെ മൂത്ത ജ്യേഷ്ഠൻ പണ്ഡിറ്റ് നന്ദിലാൽ നെഹ്റു BK നെഹ്റുവിന്റെ അപ്പൂപ്പനാണ്. BK നെഹ്റു വിവാഹം കഴിച്ചത് ഹംഗറി സ്വദേശിയായ ഫോറി എന്ന വിദേശ വനിതയാണ്. ഇവർ വിളിക്കപ്പെടുന്നത് ഫോറി നെഹ്റു എന്നാണ്. പിന്നീട് ഇവർ ശോഭ നെഹ്റു എന്ന പേര് മാറ്റി. ഇവർ അന്നേ ജോർജ് സോറസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ജോർജ് സോറസും ഹംഗറിയും സ്വദേശികളാണ്. കോൺഗ്രസും OCCRP എന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയും തമ്മിൽ ബന്ധമുണ്ടെന്നതാണ് മറ്റൊരു ആരോപണം. ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനും ആഗോള ബിസിനസ് ശക്തിയായി വളർത്തുന്ന അദാനിയെ തകർക്കുക വഴി ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാനും പര്യാപ്തമായ കള്ള റിപ്പോർട്ടുകൾ ചമയ്ക്കുന്ന സംഘടനയാണ് OCCRP. ഇവർക്ക് ജോർജ് സോറസ് ഫണ്ട് നൽകി വരുന്നുണ്ട്. OCCയുടെ റിപ്പോർട്ടുകൾ ഉയർത്തി ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ആരോപിക്കപ്പെടുന്നു. മറ്റൊന്ന് ഫ്രാൻസിലെ മീഡിയ പാർട്ട് എന്ന മദ്യ കമ്പനി പ്രസിദ്ധീകരിക്കപ്പെടുത്തിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ OCCRPക്ക് ഫണ്ട് നൽകുന്നതിൽ US സർക്കാരും ഉണ്ടെന്നാണ് ആരോപിക്കുന്നത്. അതായത് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതിയിൽ US സർക്കാരിനെ ചില നിഗൂഢ ശക്തികൾക്കും പങ്കുണ്ടെന്നാണ് ആരോപണങ്ങളിൽ വ്യക്തമാവുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ പെടുന്നനെ എന്തിനാണ് US അറ്റോർണി ബ്രിയോൺ പീസ് അദാനിക്കെതിരെ കുറ്റം വിധിച്ചതെന്ന് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. പിന്നീടാണ് അദാനിക്കെതിരെ കുറ്റവും ശിക്ഷയും വിധിച്ചതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ടെന്ന് വെളിപ്പെടുത്തിയത്. അറ്റോർണി ബ്രിയോൺ പീസിന്റെ ജീവിത പങ്കാളി ജാക്ലിൻ ജോൺസ് പീസ് ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് എന്ന സ്ഥാപനത്തിന്റെ സീനിയർ അറ്റോർണിയാണ്. ബ്രയാൻ സ്റ്റീവ്സൺ എന്ന വ്യക്തിയാണ് ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് സ്ഥാപിച്ചത്. ഇദ്ദേഹം ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ US പ്രോഗ്രസീവ് അംഗവുമാണ്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ജോർജ് സോറസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു NGO ആണ്. ജോർജ് സോറസ് ഇന്ത്യൻ മോദി സർക്കാരിനെ അട്ടിമറിക്കുന്നത് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയുമാണ്. അദാനിയെ വീഴ്ത്തുക വഴി മോദിയെ വീഴ്ത്തുക എന്നത് ജോർജ് സോറസിന്റെ വിവിധ NGO സംഘടനകളുടെ ടൂൾ കിറ്റാണ്. പുതിയ രീതിയിലുള്ള കൊളോണിയലിസം തന്നെയാണോ സാമൂഹിക സേവനം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന NGO ഫണ്ടിങ്ങിലൂടെ അമേരിക്കയിലെ കമ്പനികളുടെ വ്യക്തികളും പണ്ട് നേരിട്ട് ആയുധവുമായി കടന്നു വന്ന രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് പകരം പണം നൽകി ആ രാജ്യത്തെ മിടുക്കും ബുദ്ധിയുള്ള കുറെ പേരെ NGOകളുടെ ഭാഗമാക്കുന്നത്? പിന്നീട് അവരുടെയും മറ്റു ചില രാഷ്ട്രീയ ബിസിനസ് വ്യക്തികളുടെയും പിടിച്ച് കലാപം നടത്തി അധികാരം പിടിക്കുന്നു. അതിനുശേഷം പാവ പോലുള്ള ഒരാളെ നേതാവായി നിയോഗിക്കുന്നു. ഇതാണ് ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ തങ്ങൾക്കിഷ്ടമുള്ള ഒരു പാവ നേതാവിനെ അധികാരത്തിൽ വാഴിക്കുന്നത് വഴി ആ രാജ്യത്തെ ഇഷ്ടം പോലെ കൊള്ളയടിക്കാം. നല്ല ലാഭമുള്ള ബിസിനസ്സാണിത്. ആരെല്ലാമാണ് ഡീപ് സ്റ്റേറ്റിലെ അംഗങ്ങൾ? ഇതിൽ US സർക്കാരിലെ പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഉന്നത രഹസ്യ അംഗങ്ങളാണ്. ഇതിൽ അമേരിക്കൻ രഹസ്യ പോലീസ് ഉള്ളവരും അംഗങ്ങളായിരിക്കും. അതുപോലെ സാമ്പത്തിക വ്യവസായിക സ്ഥാപനങ്ങളും നേതാക്കളും ഉൾപ്പെട്ടിരിക്കും. ഡെമോക്രാറ്റുകളായ മിക്ക മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരും ഈ NGO സംഘടനയുടെ ഭാഗമാണ്. ബിൽ ക്ലിന്റൺ,
ഹിലാരി ക്ലിന്റൺ, ഒബാമ, ജോ ബൈഡൻ എന്നിവർ ഇങ്ങനെ രഹസ്യമായി പ്രവർത്തിക്കുന്ന അധികാരം പ്രയോഗിക്കുന്നവരിൽ ലഹരി കണ്ടെത്തുന്ന ശക്തന്മാരായ ഒരു ഗ്രൂപ്പിനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവർ മറ്റു രാജ്യങ്ങളിലെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരമേൽക്കുകയാണ്. അതിനു മുന്നോടിയായാണ് ജോർജ് സോറസിനും ഹിലാരി ക്ലിന്റനും ഉൾപ്പെടെ 17 പേർക്ക് US പ്രസിഡന്റ് മെഡൽ ഓഫ് ഫ്രീഡം നൽകുന്നത്. ഇതിന് പിന്നിലെ ചേതോവികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഡെമോക്രാറ്റിക് പാർട്ടിയെ താങ്ങി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതിന് പ്രത്യുപകാരമാണോ ഈ മെഡൽ പ്രഖ്യാപനമെന്നും കരുതപ്പെടുന്നു. ബിൽ ക്ലിന്റന്റെയും ഭാര്യയ്ക്കും വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന NGOകളുമായി ബന്ധമുണ്ട്. ബംഗ്ലാദേശിൽ ഈയിടെ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ കലാപത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കളെ ആദരിച്ച ചടങ്ങിൽ ബിൽ ക്ലിന്റനും ഇപ്പോൾ ഇന്ത്യയെ തുടർച്ചയായി വേദനിപ്പിക്കുന്ന മുഹമ്മദ് യൂനൂസും പങ്കെടുത്തിരുന്നു.